ലെനോവോയുടെ Z6 എന്നുള്ള ഫോൺ റിലീസ് ചെയ്തിരിക്കുകയാണ്. മുമ്പ് ലെനോവോ Z6 Pro അതുപോലെ തന്നെ Z6 യൂത്ത് എന്നീ ഫോണുകൾ റിലീസ് ചെയ്തിരുന്നു. ഈ രണ്ട് ഫോണുകളുടെ ഇടയിൽ വരുന്ന ഒരു സ്പെസിഫിക്കേഷനുമായിട്ടാണ് ലെനോവോ Z6 വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ Z6 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ലെനോവോ Z6ന്റെ ഡിസ്പ്ലേ വരുന്നത് 6.39 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ HDR10+ന്റെ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം സാധാരണ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന LCD ഡിസ്പ്ലേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് OLED ഡിസ്പ്ലേ. അതിന്റെ കൂടെ HDRന്റെ സപ്പോർട്ടും കൂടി ലഭിക്കുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഏകദേശം 93.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഏത് വെർഷനാണ് എന്ന കാര്യം കമ്പനി സ്പെസിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 120 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇത് സാധാരണ ഗെയിമിംഗ് സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. ഇതിനോടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ ടച്ച് റെസ്പോൺസ് ഒന്നും കൂടി ബെറ്റർ ആവും. പിന്നെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ 3D ഗ്ലാസ് ബാക്കുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. കൂടാതെ 6000 സീരീസ് അലൂമിനിയത്തിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും ഡിസൈനിനെയും പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡിസൈനും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 730 എന്നുള്ള പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രൊസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 730 എന്നുള്ളത്. പിന്നെ ബേസ് വേരിയന്റിൽ 6 GB RAM ആണ് നമുക്ക് ലഭിക്കുന്നത്. 8 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷൻ കൂടി വരുന്നുണ്ട്. 6 GB റാമിന്റെ 2 വെർഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊരു വെർഷനിൽ നമുക്ക് 64 GB ഇന്റേണലും മറ്റൊരു വെർഷനിൽ നമുക്ക് 128 GB ഇന്റേണലുമാണ് ലഭിക്കുന്നത്. 8 GB റാമിന്റെ കൂടെ 128 GB ഇന്റേണലാണ് വരുന്നത്. പിന്നെ ഗെയിമിംഗ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം ടെർബോ എന്നുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 24 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 8 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം സാധ്യമാണ്. അതുപോലെ തന്നെ 8x ഹൈബ്രിഡ് സൂമും സാധ്യമാണ്. ഇതുകൂടാതെ മൂന്നാമത് 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. കൂടാതെ 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് ഈ ഫോൺ റിലീസ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 19,000 രൂപയാണ് ഈ ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ വില വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് ലെനോവോ Z6 വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രൊസസ്സർ, പിന്നെ ട്രിപ്പിൾ ക്യാമറ, എല്ലാം അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. പിന്നെ റെഡ്മി K20 എന്ന ഫോണിന്റെ അതേ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം അതുപോലത്തെ ഒരു സ്പെസിഫിക്കേഷനുമായിട്ടാണ് ലെനോവോ Z6 വരുന്നത്. അവർ റെഡ്മി K20 എന്ന ഫോണിന് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ലെനോവോ Z6.